അറബ് ഉച്ചകോടി നടന്നു. എന്താ നടന്നു? ഒന്നും നടന്നില്ല. അതവർ നടത്തേണ്ടില്ലായിരുന്നു. ലോകം അവരെ കാണല്ലേ. എത്ര മനുഷ്യരെ കൊല്ലണത്! ഇഞ്ചിഞ്ചായി കൊല്ലുക, പട്ടിണി കിടന്ന് മരിക്കുക, മരുന്നില്ലാതെ മരിക്കുക. ബോംബോ അതുപോലെയുള്ള സാധനങ്ങളോ പറ്റിയിട്ട് യുദ്ധത്തിൽ ബോംബ് വീണിട്ട് അല്ലെങ്കിൽ ആയുധങ്ങൾ പതിച്ചിട്ട് കയ്യും കാലും അപകടത്തിലായ ആളുകളെ ആശുപത്രിയിൽ കൊണ്ടുപോയാൽ അനസ്തേഷ്യ ചെയ്യാതെ വെട്ടിമുറിക്കുകയാണ്. എന്തുകൊണ്ട്? ഗസയിൽ അനസ്തേഷ്യ ചെയ്യാനുള്ള സാധനമില്ല, അങ്ങനെ വെട്ടിമുറിക്കും. അതേ സമയത്ത് ഇതാ എത്ര ഹൈന്ദവ ക്രൈസ്തവ ജൂത സമൂഹങ്ങൾ എഴുത്തുകാർ കളിയാക്കി അറബ് നേതാക്കന്മാർ, നിങ്ങൾക്ക് എന്തിനാ യുദ്ധം, നിങ്ങൾ മന്തി തിന്നാൻ വേണ്ടി കൂടിയല്ലേന്ന്. അവർക്കുള്ള ഒരു സ്നേഹമില്ല. എത്ര കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളാണ് ഇസ്രായേലിനെ ഒഴിവാക്കിയത്? എത്ര കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ, എത്ര കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങൾ. പടച്ചൊല്ല എന്ന് പറയുന്ന ആളുകൾ എത്രയാണ് ഇനി ഇസ്രായേലുമായി ഒരു ബന്ധമില്ല, ബന്ധം പടിയടച്ച് പിണ്ടം വെച്ചത്. ലോകത്തെ എത്ര നിരീശ്വരവാദികളാണ് അവരുടെ യൂണിവേഴ്സിറ്റികൾ പൂട്ടിയിട്ടുള്ളത്. ഗസയുടെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കി തുറന്നാൽ മതി. ഇന്നും ഒരു തീരുമാനമില്ല. എന്തുകൊണ്ട് തീരുമാനമില്ല? എന്താ തീരുമാനമില്ലാത്തത്? എടാ, മാഷറിൽ റഹ്മത്തുള്ള ജയിക്കും, നിങ്ങൾ തോൽക്കും. വഹാബികളാണ് അവർ. വഹാബികൾ അവരുടെ മുഴുവൻ താല്പര്യങ്ങൾ ജൂതന്മാർക്ക് എഴുതി കൊടുത്തതാണ്. അനങ്ങാൻ ഒരു കുറ്റമില്ല. വഹാബികളെ പോലെ മുസ്ലിം ലോകത്തെ ചതിച്ച ഒരു ജനതയിൽ ഹിന്ദുക്കളും നാളെ രക്ഷപ്പെട്ടേക്കാം, വഹാബികൾ രക്ഷപ്പെടില്ല, ഒരിക്കലും രക്ഷപ്പെടില്ല. ഹിന്ദുക്കളിൽ രക്ഷപ്പെടുന്നവരുണ്ടായേക്കാം, വഹാബികൾ രക്ഷപ്പെടില്ല. വഹാബികളെ പോലെ ഒരു മോശപ്പെട്ട വർഗം ലോകത്തില്ല, യാതൊരു സംശയത്തില്ല. ഈ കാട്ടിക്കൂട്ടുന്നത് മുഴുവനും നാടകങ്ങൾ മാത്രമാണ്. ഒരു നിസ്കാരം നാടകമാണ്, ഒരു നോമ്പ് നാടകമാണ്, ഒരൊക്കെ നാടകമാണ്, എല്ലാം നാടകം. വഹാബികൾ കാട്ടിക്കൂടുന്ന മുഴുവൻ നാടകം. ഇന്ന് ലോകത്തിന്റെ അധികാരം അവരുടെ കയ്യിലല്ലേ. ഒരു മാന്നൊരു പറയുന്നുണ്ട്. മുസ്തഫ നബിയോട് എന്ത് പ്രേമാണ്! എടാ റമദാൻ മാസത്തിൽ 25 അവനെ കരഞ്ഞിട്ട് എന്താ കാര്യം? കള്ള, ഇത് കള്ളത്തരല്ലേ ഈ കരച്ചില്? അത് ചേക്കുട്ടി പാപ്പ കൂടിയാലും കാര്യം. പ്രേമം എന്ന സംഗതിയിൽ മുസ്തഫ നബിയോട് പ്രേമുള്ള ഒരു മനുഷ്യൻ അങ്ങനെ അതിന് ചെയ്യാൻ കഴിയും, കൂട്ടിക്കാൻ കഴിയും.